രാവിലത്തെ ഭക്ഷണം കഴിച്ച് നിങ്ങൾ നേരെ വന്നത് ഇവിടുത്തെ മാർക്കറ്റിലാണ്. ഇതാണ് ഇവിടുത്തെ ഒരു കുട്ടി മാർക്കറ്റ്. ചെറിയൊരു മാർക്കറ്റാണെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കാറ്. എല്ലാം തരം പച്ചക്കറിയും ഫ്രഷ് മീറ്റും ഇവിടുന്ന് കിട്ടും. പിന്നെ പൊതുവെ സാധനങ്ങൾക്ക് വലിയ മാർക്കറ്റിനേക്കാൾ വില കുറവാണ്. ഇതാണ് ഇവിടുത്തെ പച്ചക്കറി സെക്ഷൻ. അവിടുന്ന് കുറച്ചങ്ങോട്ട് മാറിയ മീറ്റിൻ്റെ സെക്ഷനായി. ഈ തൂക്കിയിട്ടേക്കുന്നത് ബീഫിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ വലിയ മാർക്കറ്റിൽ നിന്ന് ബീഫ് വാങ്ങിച്ചപ്പോൾ അതിന് ഏകദേശം 1/2 കിലോന് 50 RMB ആയിരുന്നു. ഇവിടെ ചോദിച്ചപ്പോൾ 48 RMB ഉള്ളൂ. പിന്നെ ചൈനയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാത്തിനും 1/2 കിലോയുടെ കണക്കായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ 1/2 കിലോയുടെ റേറ്റ് കുറവായിട്ട് തോന്നണ കാരണമായിരിക്കും. ഇതൊക്കെയാണ് പന്നിയുടെ സെക്ഷൻ. ചൈനയിൽ ഏറ്റവും കൂടുതൽ ചിലവായി പോണ ഇറച്ചിയാണ് പന്നി. പന്നിയുടെ വില 12 തൊട്ട് 20 RMB വരെ ഉണ്ടാവും. ചിന്നു തപ്പി പോണത് മീനിൻ്റെ സെക്ഷനാണ്. ഇതാണ് ഇവിടുത്തെ പുഴമീൻ. ഇതൊന്നും പുഴയിൽ പിടിച്ചതല്ല, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഫാമിംഗ് ഉണ്ട് ഇവർക്ക്. ഇതാണ് ചിന്നുവിന് വേണ്ടത്, ചെമ്മീൻ. എന്ത് മീനാണ് വേണ്ടതെന്ന് ഈ ടാങ്കിൽ നോക്കി പറഞ്ഞാൽ മതി. ഈ ചേട്ടന്മാർ അതിനപ്പം തന്നെ പിടിച്ച് മുറിച്ച് റെഡിയാക്കി തരും. കടൽ മീനൊന്നും ഇവിടെ ഞങ്ങൾ കണ്ടില്ല, അതിന് ആ വലിയ മാർക്കറ്റിൽ പോകേണ്ടി വരും. ഇതൊക്കെ കൂടാതെ ചിക്കൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്, അതങ്ങ് അപ്പുറയാണ്. ഇവിടെ ഫ്രോസൺ ചിക്കനും ഉണ്ട്, ഫ്രഷ് ചിക്കനും ഉണ്ട്. ഫ്രോസൺ ചിക്കന് വില കുറവാണ്, പക്ഷേ ഫ്രഷിന് ഏകദേശം 1/2 കിലോന് 15 RMB ആവും. പിന്നെ ഈ തൂക്കം എന്ന് പറയുന്നത് മുറിച്ച പീസിൻ്റെ തൂക്കാട്ടോ. ആവശ്യത്തിനുള്ള ചെമ്മീൻ ദേ പുള്ളി വന്ന് കോരി എടുത്ത് തരും. വലിയ മീൻ വാങ്ങിക്കുകയാണെങ്കിൽ ഇവർ ഫ്രീ ആയിട്ട് നന്നാക്കി തരും. പക്ഷേ ഇതുപോലത്തെ ചെമ്മീനാണെങ്കിൽ സ്വയം നന്നാക്കിക്കൊള്ളണം. ഇവിടെ ഈ ചെമ്മീൻ്റെ വില 28 RMB ആണ് 1/2 കിലോന്. തൂക്കം നോക്കിയിട്ട് ഞങ്ങൾക്കായത് 18 RMB ആണ്. ഞങ്ങളും രണ്ടുപേർക്കും ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇത് മതി. അങ്ങനെ ചെമ്മീൻ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പച്ചക്കറി സെക്ഷനിലോട്ട് തിരിച്ചു പോയി. ഇതാണ് ചിന്നു സെലക്ട് ചെയ്ത സാധനം. ഇതിൻ്റെ മലയാളം എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ നാട്ടിൽ ഇത് കണ്ടിട്ട് പോലുമില്ല. ഇംഗ്ലീഷിൽ ഇതിനെ ടോവൽ ഗാർഡ്, ലൂഫ അല്ലെങ്കിൽ സിൽക്ക് മെലെന്നും പറയും. 2 ലൂഫയും പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും എടുത്തു. രണ്ടിനും ചേർത്തായത് 8 RMB ആണ്. അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചിന്നു പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങി. ആകെ ഈ 2 സാധനം വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇവിടെ വരെ വണ്ടി ഓടിച്ച് വന്നത്. ഇന്നത്തെ ഭക്ഷണത്തിന് ഇത് മതിയെന്ന് പറഞ്ഞു. ബാക്കി പച്ചക്കറിയൊക്കെ ഓൺലൈൻ വാങ്ങിച്ചോളാന്ന്. രാവിലെ ആയതുകൊണ്ട് പുറത്തുള്ള ഫ്രൂട്ട്സ് കട ഒന്നും തുറന്നിട്ടില്ല. അത് കാരണം ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയാണ് ഫ്രൂട്ട്സ് വാങ്ങിക്കണത്. ആകെ വാങ്ങിച്ചത് കുറച്ച് പഴമാണ്. അപ്പോൾ ഇന്നത്തേക്കുള്ള ഷോപ്പിംഗ് ഇത്രേ ഉള്ളൂ. വീട്ടിൽ ചെന്നിട്ട് വേണം അറിയാൻ ഇതൊക്കെ വെച്ച് ചിന്നു എന്താണ് കുക്ക് ചെയ്യാൻ പോണേന്ന്.